ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. യഹോവ ശമൂവേലിനോട് അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. ഈ സംഭവം ഷായിയുടെ ഭവനത്തിൽ തന്റെ പുത്രന്മാരിൽ ഒരുവനെ ഇസ്രായേലിലെ രാജാവായി അഭിഷേകം ചെയ്യുവാനായിട്ട് യഹോവയായ ദൈവം തീരുമാനിക്കുകയും ശമൂവേലിനെ കൊമ്പിൽ തൈലവുമായി ഷായിയുടെ ഭവനത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നതായ അനുഭവങ്ങൾ നമുക്ക് ഈ ശമൂവേലിന്റെ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ശമൂവേൽ അവിടെ കടന്നു ചെന്നപ്പോൾ കാര്യം ദൈവിക ആലോചന പ്രാപിച്ച് കടന്നു ചെന്നതാണെങ്കിലും തനിക്ക് പെട്ടെന്ന് ഷായിയുടെ ഭവനത്തിൽ എത്തിയപ്പോൾ മാനുഷികമായി തന്റെ ബുദ്ധിയിൽ ഷായിയുടെ മൂത്ത മകൻ ഏലിയാബിനെ അഭിഷേകം ചെയ്യുവാനായിട്ടാണ് താന് തുനിയുന്നത്. എന്നാൽ യഹോവയായ ദൈവം ആ സന്ദർഭത്തിൽ ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞതായ കാര്യമാണ് ഈ 7-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. നീ അവന്റെ മുഖമോ പൊക്കമോ അല്ലെങ്കിൽ ഭൗതികമായ യാതൊരു കാര്യങ്ങളും നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു എന്ന് യഹോവയായ ദൈവം അവിടെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. അതെ, പുറമേ ഉള്ളതാകുന്ന അനുഭവങ്ങൾ നോക്കിയല്ല ദൈവം മനുഷ്യനെ വിധിക്കുന്നത്, അഥവാ താൻ ഹൃദയത്തെ നോക്കുന്നു. ഇന്ന് അനേകർ പുറമേ ഉള്ളതായ പദവികളും അല്ലെങ്കിൽ അനുഭവങ്ങളും ഒക്കെ നോക്കിയാണല്ലോ ആ പല കാര്യങ്ങളും മനുഷ്യൻ ചെയ്യുന്നത്. എന്നാൽ ദൈവം ഓരോരുത്തരുടെയും ഹൃദയത്തെ ആരായുന്നവനാണ്. നമുക്കറിയാം, ഇപ്പോൾ നോക്കിയാൽ ഒരു ഇലക്ഷൻ കാലയളവാണ്. എല്ലാവരും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ഈ ഇലക്ഷനിൽ നമുക്കറിയാം കുറെയെല്ലാം ആളുകൾ മുഖവും സൗകര്യങ്ങളും ഒക്കെ നോക്കി പലരെയും അവരുടെ ഇഷ്ടപ്രകാരം വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കാറുണ്ട്. ആരെങ്കിലുമൊക്കെ അധികാരത്തിൽ വരികയും ചെയ്യും. എന്നാൽ ദൈവം നോക്കുന്നത് പുറമേ അല്ല എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇവിടെ ഇസ്രായേലിലെ 1-ാമത്തെ രാജാവായിരുന്നു ശൗല്. എന്നാൽ ഒരു കാലത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ നിയന്ത്രിച്ചിരുന്നു. എന്നാൽ പിന്നത്തേതിൽ പരിശുദ്ധാത്മാവ് അവനെ വിട്ടുപോകുന്നതും മറ്റ് അശുദ്ധാത്മാവ് അവനെ ബാധിക്കുന്നതും ദാവീദ് കിന്നരമെടുത്ത് വായിക്കുമ്പോൾ അതിന് ശാന്തത ഉണ്ടാകുന്നതുമൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതെ, ഒരുവനിലെ ദൈവികമായ അഭിഷേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ വ്യാപരിക്കുന്നത് അശുദ്ധാത്മാവിന്റെ അനുഭവമാണ് എന്നുള്ളതാകുന്ന കാര്യം നാം മറന്നു പോകരുത്. അശുദ്ധാത്മാവായിരിക്കും ആ മനുഷ്യനെ പിന്നെ നിയന്ത്രിക്കുന്നത്. അത് ഭരണകൂടത്തിലായിരുന്നാലും ശരി, എവിടെയായിരുന്നാലും അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് പലപ്പോഴും കാണുവാനായിട്ട് സാധിക്കും. ഇന്നാ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ലോകത്ത് നടക്കുന്നതാകുന്ന സംഭവങ്ങള്, അഥവാ ഇറാനിൽ, അതേപോലെ അമേരിക്കയില്, ഇസ്രായേലില് ഒക്കെ നടക്കുന്നതാകുന്ന അനുഭവങ്ങള് നാം നോക്കുമ്പോൾ അതെല്ലാം മാനുഷിക നിലയിലുള്ളതാകുന്ന എടുത്തിയാട്ടങ്ങളും അതേപോലെയുള്ളതാകുന്ന അനുഭവങ്ങളും കൊണ്ട് പരസ്പരം മനുഷ്യൻ യുദ്ധം ചെയ്യുന്നു, അനേകരെ കൊല്ലുന്നു, അനേക കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. ഇതൊന്നും ദൈവികമല്ല. മറിച്ച് അധികാരം കിട്ടുമ്പോൾ അവന്റെ ജഡമുയരുന്നു, അശുദ്ധാത്മാവിന് പ്രവേശിപ്പാൻ കാരണമാകുന്നു. ഇതിന്റെ പിന്നിൽ ജനലക്ഷങ്ങൾ കഷ്ടപ്പെടുന്നു, അനേക പൈതങ്ങൾ മരണപ്പെടുന്നു. ഇതെല്ലാം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതേ പ്രിയമുള്ളവരെ,
ദൈവത്തിങ്കൽ ആലോചന പ്രാപിച്ചു വേണം ഭരണകർത്താക്കളായിരുന്നാലും മനുഷ്യരായിരുന്നാലും അഥവാ പ്രജകളായിരുന്നാലും അവർ മുൻപോട്ട് പോകേണ്ടത്. അല്ലെങ്കിൽ ഇപ്രകാരമുള്ളതാകുന്ന അനർത്ഥങ്ങൾ രാജ്യത്ത് വന്ന് ഭവിക്കും എന്നുള്ളത് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഇത് രാഷ്ട്രീയ ലോകത്തിൽ മാത്രമല്ല, ആത്മീയ ഗോളത്തിലും ഇന്ന് നടക്കുന്നത് ഇതിന്റെ വേറൊരു പകർപ്പാണ്. പലയിടങ്ങളിലും മുഖവും പൊക്കവും മറ്റുമൊക്കെ നോക്കി തന്നെയുള്ളതാകുന്ന ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ടാണ് ആത്മീയ ഗോളത്തിലും പൈശാചികൻ പല ഹൃദയങ്ങളിൽ കയറിയിരുന്ന് അവന്റെ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആത്മീയ ഗോളത്തിലും സംഘടനകളിൽ കേസുകൾ ഉണ്ടാകുന്നു, വടംവലി ഉണ്ടാകുന്നു, വഴക്കുകൾ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ സഭയെ കൊണ്ടുപോകുവാൻ കഴിയാതെ പോകുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് അവിടെയും കാണുവാനായിട്ട് കഴിയുകയാണ്. തീമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് തീമോത്തിയോസിന്റെ ലേഖനം 2 പറയുന്നത് രാജാക്കന്മാർക്ക് വേണ്ടിയും ഭരണകർത്താക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനായിട്ടാണ് പറയുന്നത്. അതെ, ആ ദൗത്യം നമ്മൾ ഈ നാളുകളിൽ വളരെ ശക്തിയോടുകൂടെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ലോകത്തിന് വേണ്ടി, ലോക സാമ്രാജ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, ആത്മീയ ഗോളത്തിന് വേണ്ടി ഒക്കെ ശക്തിയോടുകൂടെ നാം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ് എന്നുള്ളതാകുന്ന കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതെ, അപ്രകാരം ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകുവാനായിട്ട് ഇവിടെ ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ അഥവാ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇശായിയുടെ ഭവനത്തിൽ ശ്രേഷ്ഠന്മാരായ 7 പേരുണ്ടായിരുന്നു, തന്റെ ജ്യേഷ്ഠന്മാർ. അവരെ ആരെയും അഭിഷേകം ചെയ്യുവാനായിട്ട് സ്വർഗം സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അനാന്തരങ്ങളിൽ ആടിനെ മേയിച്ചുകൊണ്ട് നടന്ന ദാവീദ് ഒരുപക്ഷെ ഇശായിയുടെ ഭവനത്തിൽ പോലും തന്നെ അവര് അതിന് മാത്രമേ കൊള്ളുള്ളൂ എന്ന് കരുതി അവന്റെ ജ്യേഷ്ഠന്മാരൊക്കെ ശൗലിന്റെ പട്ടാളത്തിലായിരുന്നപ്പോൾ വെറുതെ ആടിനെ തീറ്റി നടക്കുവാൻ വേണ്ടി മാത്രം കണ്ടിരുന്നതായിരുന്നു ദാവീദിനെ. എന്നാൽ ദാവീദിനെ കുറിച്ച് കർത്താവ് ഇവിടെ പറഞ്ഞതുപോലെ അവൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളതായ ദാവീദ്. അതെ, ദാവീദിന് ഒരു കാര്യമുണ്ടായിരുന്നു. അവന്റെ ഹൃദയം പലപ്പോഴും നല്ല ഇടയനായ കർത്താവിനോട് ചേർന്നായിരുന്നു വസിച്ചിരുന്നത്. അതുകൊണ്ടാണല്ലോ ദാവീദിന്റെ പല കാര്യങ്ങളിലും ആ നല്ല ഇടയനെ കുറിച്ച് 23-ാം സങ്കീർത്തനത്തിൽ ഒക്കെ താന് വാഴ്ത്തി സ്തുതിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, ലോകത്തിൽ വലിയ പൊസിഷനോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ അങ്ങനെയുള്ളതായ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിലും ദൈവഹൃദയപ്രകാരമുള്ള വ്യക്തി എന്ന് ദൈവം നമ്മെ നോക്കി പറയുവാൻ ഇടയാകട്ടെ. അങ്ങനെയെങ്കിൽ അവനെ ദൈവം മാനിക്കുക തന്നെ ചെയ്യും, തക്ക സമയത്ത് ഉയർത്തുക തന്നെ ചെയ്യും. ആ ബലമുള്ള ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹൃദയം നുറുങ്ങിയോർക്കെന്നും ദൈവം രക്ഷയായി ചാരയുണ്ട്. കരഞ്ഞു തളർന്നവർക്കെന്നും ദൈവം ശാന്തിയായി കൂടെയുണ്ട്. ഹൃദയം നുറുങ്ങിയോർക്കെന്നും ദൈവം രക്ഷയായി ചാരയുണ്ട്. കരഞ്ഞു തളർന്നവർക്കെന്നും ദൈവം ശാന്തിയായി കൂടെയുണ്ട്. തന്നപ്പം നൽകിയാലും ക്ലേശത്തിൻ പാനീയം നൽകിയാലും കഷ്ടത തന്നപ്പം നൽകിയാലും
ക്ലേശത്തിൻ പാനീയം നൽകിയാലും എന്നാലും ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നിക്കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നിക്കരുതിടണേ,